ജീവിക്കാൻ ഒരുപാട് കൊതിക്കുന്ന മനുഷ്യരുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള ജീവിതം. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആ മോഹങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ സാക്ഷാത്കരിക്കുമെന്ന വിശ്വാസത്തോടെ മുന്നോട്ടു ജീവിക്കുന്നവർ. എന്നാൽ അവർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി വിധിയെത്തുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകൾ കാട്ടിയായിരിക്കും. അങ്ങനെയൊരു വിധിയാണ് ആലപ്പുഴ ചേർത്തലയിലെ ശ്രീകാന്ത് എന്ന യുവാവിനെ തേടിയും എത്തിയത്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ സംഭവിച്ച അപകടം ആ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും തല്ലിക്കെടുത്തുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ. ഗർഭിണിയായ ഭാര്യയെയും മകളെയും കാണാനുള്ള ശ്രീകാന്തിന്റെ യാത്ര 6 മാസങ്ങൾക്കിപ്പുറം ആ യുവാവിനെ എത്തിച്ചത് മരണത്തിലേക്കായിരുന്നു. ആ കാലത്തിനിടെ അവനൊരു കുഞ്ഞുണ്ടായതുപോലും അവൻ അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ കുഞ്ഞിനെ ഒരു നോക്കു കാണാൻ പോലും ശ്രീകാന്തിന് വിധിയുണ്ടായില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ നോവാകുന്നത്. ആലപ്പുഴ ചേർത്തലയ്ക്കടുത്തുള്ള കടക്കരപ്പള്ളി കുന്നേപ്പറമ്പിൽ വീട്ടിലെ ശ്രീകാന്തിന് 38 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഭാര്യ അമലയ്ക്കും മകൾ ദക്ഷയ്ക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം. കൊച്ചിയിലായിരുന്നു ശ്രീകാന്ത് ജോലി ചെയ്തിരുന്നത്. അവിടുത്തെ ഡാബർ ഇന്ത്യ കമ്പനി ഫുഡ് ഡിവിഷനിൽ സെയിൽസ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു. വീട്ടിൽ നിന്നും എല്ലാ ദിവസവും പോയി വരികയായിരുന്നു ചെയ്തിരുന്നത്. സ്കൂട്ടറിലായിരുന്നു ആ യാത്രകളെല്ലാം. അതിനിടെയാണ് ശ്രീകാന്തിനും അമലയ്ക്കും രണ്ടാമതൊരു കുഞ്ഞുകൂടി പിറക്കുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്ത പുറത്തു വന്നത്. ശരിക്കും ഇരട്ടി സന്തോഷം അനുഭവിച്ചിരുന്ന കാലം കൂടിയായിരുന്നു അത്. രണ്ടാമത്തെ കുഞ്ഞിനെ കാണാനും ആ കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങളുമെല്ലാം ആസ്വദിക്കുവാനും കാത്തിരുന്ന ശ്രീകാന്തിന്റെ ആ കുടുംബത്തിലേക്ക് ഇടുത്തി പോലെയാണ് ദാരുണമായ അപകടത്തിന്റെ വാർത്ത എത്തിയത്. 6 മാസം മുമ്പ് 2025 ജൂലൈ 14-നായിരുന്നു ആ സംഭവം. അപ്പോൾ 6 മാസം ഗർഭിണിയുമായിരുന്നു അമല. കൊച്ചിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന ശ്രീകാന്തിന്റെ സ്കൂട്ടർ തുറവൂർ പുത്തൻചന്തയ്ക്ക് സമീപം നിർമ്മാണത്തിനായി പൊളിച്ചിട്ട റോഡിലെ കുഴിയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. രാത്രിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഇതിൽ റോഡിൽ തലയിടിച്ചു വീണ ശ്രീകാന്തിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഉടനടി തന്നെ മറ്റ് വാഹനയാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് ശ്രീകാന്തിനെ ആശുപത്രിയിലാക്കി. എറണാകുളത്തെയും ചെമ്മനാഗിരിയിലെയും സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 6 മാസക്കാലത്തോളമായി ചികിത്സയിലായിരുന്നു ഈ യുവാവ്. അപകടത്തിന് ശേഷം പലതവണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ശ്രീകാന്ത് ഇക്കഴിഞ്ഞ 6 മാസവും അബോധാവസ്ഥയിലായിരുന്നു കഴിഞ്ഞത്. തനിക്ക് എന്താണ് സംഭവിച്ചതെന്നോ തനിക്കൊരു കുഞ്ഞുണ്ടായ വിവരമോ ഒന്നും തന്നെ ശ്രീകാന്ത് അറിഞ്ഞില്ല. 2.5 മാസം മുൻപാണ് അമല ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ഇതൊന്നും അറിയാതെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു ശ്രീകാന്ത്. അതുകൊണ്ട് തന്നെ മകൻ ധ്യാനിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെയാണ് ശ്രീകാന്ത് യാത്രയായതും. അവസാന നിമിഷം ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ നെഞ്ചുപൊട്ടി കരയുമ്പോഴും അമല പറഞ്ഞതും അക്കാര്യം മാത്രമാണ്. തങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത് പോലും ശ്രീകാന്ത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു വിലപിച്ചുള്ള അമലയുടെ കരച്ചിൽ പ്രിയപ്പെട്ടവരുടെയും നെഞ്ചു പൊള്ളിക്കുന്നതായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.